രവാഡ ചന്ദ്രശേഖരൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ. അദ്ദേഹം വരുന്നതിന് മുമ്പ് സത്യത്തിൽ രവാഡ വരും എന്നുള്ളത് ആർക്കും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്രതീക്ഷിതമായി എല്ലാവരുടെയും തെറ്റിച്ചുകൊണ്ടാണ് രവാഡയുടെ വരവ്. രവാഡ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു, ഓർമ്മപ്പെടുത്തലും അതെ, വന്നത് ഇന്നത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ രവാഡയെ കൊണ്ടുവച്ചതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നുമല്ല, ഈ പറഞ്ഞത് കേട്ടതൊന്നുമല്ല. മറ്റൊരു നിഗൂഢമായിട്ടുള്ള ഈ പറയുന്നത് പോലെ രവാഡയുടെ നിയമനം പോലെ തന്നെ ഒട്ടും ധാരണയില്ലാത്ത, പൊതുസമൂഹത്തിലേക്ക് അധികം ധാരണയില്ലാത്ത ഒരു കാര്യമാണ് രവാഡയുടെ നിയമനത്തിന് പിന്നിലെന്ന് കൂടി കേൾക്കുന്നുണ്ട്. സത്യമാണോ അത്? അതായത് പ്രജിത, ഇതിനകത്ത് നമ്മളിപ്പോൾ സംസാരിച്ച് വെച്ച പോലെ തന്നെ 5-6 പേരുകാരിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ DGP ആയി വരുന്നു. അതാണ് രവാഡ ചന്ദ്രശേഖർ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, യോഗേഷ് ഗുപ്ത, രവാഡ ചന്ദ്രശേഖർ, പിന്നീട് നിതിൻ അഗർവാൾ, എന്തിന് അവസാനം മനോജ് എബ്രഹാം, അജിത് കുമാർ വരെ, പിന്നെ രാജൻ കോബ്രഗാഡ്, ഇങ്ങനെ 6 പേരാണ് അതിലുണ്ടായിരുന്നത്. 5 ആണ് കൂട്ടി നോക്കിയാൽ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇദ്ദേഹം വരുന്നു. ഇദ്ദേഹം വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, നിങ്ങൾക്കറിയില്ല CPM-നെ കുറിച്ച് എന്ന് അവർ പറയുന്നത് തീർത്തും വ്യക്തമാക്കത്തക്ക രീതിയിൽ തന്നെയായിരുന്നു. കാര്യം സാമൂഹ്യ മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ അജിത് കുമാറിനെ പിടിക്കുമെന്നും മനോജ് എബ്രഹാമിനെ ഇങ്ങനെ ഇരുത്തുമെന്നും ഒക്കെ പറഞ്ഞതൊക്കെ ഒരു പുകമറയായിരുന്നു. യോഗേഷ് ഗുപ്ത രണ്ടാം പേരുകാരനായ അദ്ദേഹത്തിനെതിരെ. അപ്പോൾ അങ്ങനെ ഒരു കഥകൾക്ക് മേൽ കഥകളൊക്കെ ഇറക്കി വിട്ട് അങ്ങനെ നിന്നിട്ട് അവസാനം ആയത് ഇദ്ദേഹമാണ്. അപ്പോൾ പിണറായി വിജയൻ ചിരിച്ചിട്ടുണ്ടാവും ഉള്ളുകൊണ്ട്, നിങ്ങൾക്ക് എന്തറിയാം CPM-നെ കുറിച്ച്? സത്യത്തിൽ CPM-നെ കുറിച്ചല്ല, പിണറായിയെ കുറിച്ച് എന്തറിയാമെന്നായിരിക്കും. അതാണ് സത്യം. അപ്പോൾ നമ്മളിവിടെ പറയാൻ ഇത്തിരി സസ്പെൻസിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ പറയുന്നത് അതൊരു ഇൻട്രോ വേണം എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മുസ്ലിം ലീഗിന്റെ നേതാവ് PK ഫിറോസിന്റെ ഒരു പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉള്ളത് നമ്മുടെ സ്പീക്കർ AM ഷംസീറിന്റെ ഓഫീസിലേക്ക് പിന്നെ ഇദ്ദേഹം പോകുന്നു. നമ്മുടെ രവാഡ ചന്ദ്രശേഖർ പോകുന്നു. DGP രവാഡ ചന്ദ്രശേഖർ പോകുന്നു ഷംസീറിന്റെ ഓഫീസിൽ. അപ്പോൾ അത് സഭാ TV-യിൽ ഇങ്ങനെ, സഭാ TV നമ്മൾ ഓൺ ചെയ്തിട്ടാൽ മിക്കവാറും അങ്ങനെയുള്ള സീനുകളൊക്കെ അവിടെ സ്പീക്കറുടെ ഓഫീസ്, പിന്നെ സഭയിലെ കാര്യങ്ങളൊക്കെ അതിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ രവാഡ ചെന്ന് കയറുമ്പോൾ അവിടെ ഒരു വ്യക്തി ഇരിപ്പുണ്ട്. ഞാൻ അറിയാതെ ബഹുമാനി എന്ന് പറയുമ്പോൾ തെറ്റാ, ബഹുമാനമൊന്നുമില്ല. ഒരു വ്യക്തി ഇരിപ്പുണ്ട്. അപ്പോൾ ആ വ്യക്തിയെ കാണിക്കാൻ വേണ്ടി ആണോ ഷംസീർ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത് എന്ന് ഒരു വേള ഈ TV കണ്ടുകൊണ്ടിരിക്കുന്ന, സഭ കണ്ടുകൊണ്ടിരിക്കുന്നവർ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട് ആ ഏരിയയിലുള്ളവർക്കൊക്കെ ആ വ്യക്തിയെ വ്യക്തമായിട്ട് അറിയാം. പെട്ടെന്ന് ആ വിഷ്വൽ അങ്ങ് മാറുന്നു. അത് മറ്റാരുമല്ല, കാരായി രാജനാണ്. കാരായി രാജനെ അറിയാം. കാരായി രാജൻ എന്ന് പറഞ്ഞാൽ കണ്ണൂരത്തെ TP വധക്കേസ് പ്രതികളിൽ ഒരാളാണ് കാരായി രാജൻ. ഇപ്പോൾ അവർക്ക് ഭൂഷണമാണ്. കാര്യം പാർട്ടിക്ക് വേണ്ടി കൊല ചെയ്യുന്നത് അവർക്കെല്ലാം ഒരു ഭൂഷണമാണ്, ആഭരണമാണ്, ഒരു ക്രെഡിറ്റും കൂടെയാണ്. അപ്പൊ കാരായി ചന്ദ്രശേഖരനും പ്രതിയായിരുന്നു, അറിയാലോ. കാരായി ചന്ദ്രശേഖരന്റെ കൂടെയുള്ള ആളാണ് കാരായി രാജൻ. ഈ കാരായി രാജന്റെ സീനാണ് പെട്ടെന്ന് സഭ മാറ്റിക്കളഞ്ഞത്, സഭാ TV. അപ്പോൾ കാരായി രാജൻ അവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട DGP താങ്കൾ അവിടേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണോ എന്നൊരു സംശയം അവശേഷിക്കുന്നുണ്ട്. ഒരു കൊലക്കേസ് പ്രതിയെ കാണാൻ DGP ചെല്ലുക എന്ന് പറയുമ്പോൾ അതിലുള്ളൊരു അവമതിപ്പ്, അത് അങ്ങനെയാണോ ചെന്നതെന്ന് നമുക്കറിയില്ല. ആ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് എന്തുകൊണ്ട് സഭാ TV ആ വിഷ്വൽ പെട്ടെന്ന് കട്ട് ചെയ്ത് മാറ്റി? അതൊരു ചോദ്യമല്ലേ? കാരായി രാജനെ വിളിച്ചവിടെ ഇരുത്തിയത് ഷംസീറാണോ? അതും ഒരു ചോദ്യമാണ്. ഷംസീർ എന്തിനു വിളിച്ചിരുത്തി? എന്തിനൊരു കൊലക്കേസ് പ്രതി ഷംസീറിനെ കാണാൻ വന്നു? അതിനൊരു DGP എന്തിനവിടെ ചെന്നു? DGP എന്ന് പറയുമ്പോൾ സംസ്ഥാന പോലീസ് അധികാരി. അദ്ദേഹം എന്തിനവിടെ പോയി? അതിൻ്റെ കാരണങ്ങൾ നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അദ്ദേഹം ഇന്റലിജൻസ് വിഭാഗത്തിൽ കേന്ദ്രത്തിൽ ജോലി ചെയ്ത ആളാണ്. CBI-യിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ കാരായി രാജൻ്റെ കേസ് എന്തെന്ന്, ഈ കേസ് ഇപ്പോൾ ഉള്ള കേസ് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് 2016 CPM-കാരനായിരുന്ന ഒരു മുഹമ്മദ് ഫസൽ, ഒരു പത്രവിതരണക്കാരനാണ് മുഹമ്മദ് ഫസൽ, CPM-ൽ നിന്ന് SDPI-ലേക്ക് പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ ചെറുപ്പക്കാരനെ കൊല ചെയ്ത കേസിലെ പ്രതിയാണ് അദ്ദേഹം. അത് CBI അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ CBI അന്വേഷണം നടക്കുന്നുണ്ട്. CBI അന്വേഷണത്തിൽ ഇദ്ദേഹം പ്രതിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അതിൽ കേസിൽ പ്രതിയായ ഈ ആളിനെ അവിടെ ചിലപ്പോൾ ഒരു വേള ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായില്ലായിരിക്കും. നമുക്കത് കുറ്റപ്പെടുത്താൻ കഴിയില്ല. റവാഡയോട് നിങ്ങളൊന്ന് ഓഫീസിലേക്ക് വരൂ എന്ന് മാത്രമേ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അത് ഇവരുടെ ബുദ്ധിയാണ്, രാഷ്ട്രീയക്കാരൻ്റെ ബുദ്ധിയല്ലേ.
നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. പ്രത്യേകിച്ച് ഷംസീറിനെ പോലെയൊക്കെയുള്ള ഒരു നേതാവ് എന്നൊക്കെ പറയുമ്പോൾ ഷംസീർ എല്ലാം സ്പീക്കറുമാണ്. ഷംസീറിന് പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ പോലെയൊന്നുമല്ല, തലയിൽ നന്നായിട്ട് രാഷ്ട്രീയമുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ അവർ ആ ഒരു കളിയിൽ ചിലപ്പോൾ വന്നോളൂ മിസ്റ്റർ റവേഡ ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ചെല്ലുമ്പോഴായിരിക്കും പാവം അയാൾ കുരുക്കിൽ വീഴുന്നത്. ഇങ്ങനെയുള്ള കുറേ മേമ്പൊടി കാര്യങ്ങൾ ഇനി അങ്ങോട്ട് വരുന്ന ഒരു വർഷം നമ്മൾ കാണേണ്ടി വരും. ഇത് ആ സഭയിൽ ടി വിയിൽ വന്നിട്ട് അതാ പറയുന്നത്, നമ്മൾ എത്ര ഗോപ്യമായി ചില കള്ളങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും ആ കള്ളത്തിൻ്റെ ഒരു തുരുമ്പ് എവിടെയെങ്കിലും പൊളി. നമ്മൾ പറയുമല്ലോ, എത്ര തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു മുടിനാഴിയുടെ തെളിവ് എവിടെയെങ്കിലും അവശേഷിക്കുന്നു. കൊലക്കേസുകളൊക്കെ അങ്ങനെയല്ലേ തെളിയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു വലിയ കള്ളത്തരം, ആ വലിയ കള്ളത്തരം പൊളിയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ കാരായി രാജൻ അന്ന് ഈ കൊലക്കേസിൽ പ്രതിയാകുമ്പോൾ, അപ്പോൾ ഈ ഫസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊല ചെയ്ത കേസ് CBI യിലുണ്ട്. ഇദ്ദേഹം അന്ന് ഏരിയ കമ്മിറ്റി അംഗമാണ്. CPM-ന്റെ മൂന്നാമത്തെ ഘടകം കാരായി രാജൻ മൂന്നാമത്തെ ഘടകം. നമ്മൾ അവർ 8 ഘടകം വരെ കണ്ടിട്ടുണ്ട്, ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ. താഴെ നിന്ന് മൂന്നാമത്തെ ഘടകത്തിലാണ് ഇദ്ദേഹം ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമൊക്കെയാണ്. ആര്? ഈ കാരായി രാജൻ. അപ്പോൾ സ്പീക്കർ ഈ പറയുന്ന രീതിയിൽ കാരായി രാജനും സ്പീക്കറും അവിടെ ഉള്ള വേദിയിൽ ഇദ്ദേഹം എന്തിന് പോയി എന്നുള്ള, സ്പീക്കർ എന്ന് പറയുമ്പോൾ ആ പദവിക്ക് ഒരുപാട് അർത്ഥമുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പദവിയാണ് സ്പീക്കർ എന്ന് പറയുമ്പോൾ. അപ്പോൾ സ്പീക്കർ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം വഴിയൊരുക്കി. അതെ, അദ്ദേഹമാണ് ഇത് വഴിയൊരുക്കിയത്. അപ്പോൾ കണ്ണൂരുകാരനായതുകൊണ്ട് ഷംസീറിനെ കാണാൻ പോയി. തലശ്ശേരി MLA ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഷംസീർ. തലശ്ശേരി തലശ്ശേരി ആണെന്ന് തോന്നുന്നു. തലശ്ശേരി കൊടിയേരിയുടെ മണ്ഡലമായതാണ്. തലശ്ശേരി കൊടിയേരി മത്സരിച്ച സ്ഥലമാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന രീതിയിൽ എന്തിനാണ് ഒരു കൊലക്കേസ് പ്രതിയെ എന്തിന് സ്പീക്കറുടെ ഓഫീസിൽ കൊണ്ടുവന്നു? സ്പീക്കർ രാഷ്ട്രീയത്തിന് അതീതമായ വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ സ്പീക്കർ അതിന് മറുപടി പറയണം. അപ്പോൾ തലശ്ശേരിക്കാരനായ ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹത്തിന്. ആ പദവിക്ക് ഒരുപാട് അർത്ഥമുണ്ട്. അപ്പോൾ അവിടെ ഈ പറയുന്ന രീതിയിൽ ഇദ്ദേഹത്തിന് അവിടെ ആര് കൊണ്ടുവന്നു? അതും ചില്ലറ ആളുകളുമായിട്ടല്ല കൂടിക്കാഴ്ചയല്ല, കൊലക്കേസ് പ്രതി ഒരു DGP. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ എന്താണ് ഇവിടെ? അതിൽ അന്തർലീനമായിരിക്കുന്നത് എന്താണ്? അതിൽ അന്തർലീനമായിരിക്കുന്ന കാര്യം കേരള സമൂഹം അറിയണ്ടേ? ഒരു വേള ഈ റവാഡ ചന്ദ്രശേഖരനെ ചതിച്ചതാണെങ്കിലോ അദ്ദേഹത്തെ പോലത്തെ ഒരു പോലീസ് ഓഫീസർ കറപ്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പോലീസ് ഓഫീസർ നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയാനും പാടില്ല. അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്ത് വരാൻ പറഞ്ഞിട്ട് വന്നു. കാര്യം രാഷ്ട്രീയത്തിന് അതീതമായ പോസ്റ്റിൽ ഇരിക്കുന്ന സ്പീക്കർ എന്തിന് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി? അതൊരു ചോദ്യമാണ്. അപ്പോൾ പക്ഷേ ഇവിടെ ട്രാപ്ഡ് ആക്കപ്പെട്ടത് റവാഡയാണ് അല്ലേ? അപ്പോൾ CBI ഉണ്ടായിരുന്ന ഇദ്ദേഹം, CBI ഉണ്ടായിരുന്ന ആളാണ് റവാഡ, ഇൻ്റലിജൻസ് ബ്യൂറോ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ഈ കൊലക്കേസ് പ്രതിയെ കാണിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തന്ത്രം രൂപീകരിക്കാനാണെങ്കിലും നമുക്കെങ്ങനെ അറിയാം? ഇതിൽ അടങ്ങി എങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, ഈ ഫിറോസ് ഈ കാര്യം ഫേസ്ബുക്കിലിട്ടു. ഇവിടെ ഒരു പ്രതിപക്ഷമുള്ളതാണ്, ഇവിടെ ഒരു യുവജന സംഘടന പ്രതിപക്ഷത്തിനുള്ളതാണ്. എന്തേ രാഹുൽ മാങ്കൂട്ടം എവിടെ പോയി? രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിലൊന്നും ബ്ലഡ് കത്തില്ല. മാങ്കൂട്ടത്തിന് BJP എന്ന് പറയുമ്പോഴേ ബ്ലഡ് കത്തുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിന് ബ്ലഡ് കത്താനായിട്ട് ഓരോ കാര്യങ്ങൾ വേറെ ഉണ്ട് അല്ലേ? അപ്പൊ മാങ്കൂട്ടം എവിടെ പോയി? ഈ പറയുന്ന ഷാഫി പറമ്പിൽ എവിടെ പോയി? എന്തിന് പ്രതിപക്ഷ നേതാവ് എവിടെ പോയി? അല്ല, പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം നമുക്ക് ഉണ്ടെന്ന് പ്രതിപക്ഷം. അതെ, സത്യത്തിൽ ആ പ്രതിപക്ഷം ആക്ട് ചെയ്യുന്നില്ലല്ലോ. ആക്ട് ചെയ്യാത്ത ഇനാക്റ്റീവ് എന്താ പറയാ, ഒരിക്കലും പ്രവർത്തിക്കാത്ത ഒരു പക്ഷമാണ് ഇപ്പൊ പ്രതിപക്ഷം. ഏത് കാര്യത്തിലാണ് പ്രതിപക്ഷം ഒരു പ്രതിപക്ഷമായി തന്നെ ഈ 9 വർഷത്തിനിടെ പ്രവർത്തിച്ചത്? പ്രജിത, എൻ്റെ ഒരു സംശയം, പ്രജിത ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഈ പറയുന്ന മുഖ്യമന്ത്രി ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോയി, അദ്ദേഹം ചികിത്സയ്ക്ക് പൊയ്ക്കോട്ടെ. പക്ഷേ ഈ പോകുന്ന സാഹചര്യം, ഒരു പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ ഭരണപക്ഷത്തിനെ രാഷ്ട്രീയമായി പൊളിറ്റിക്കലി കുറ്റപ്പെടുത്തേണ്ട ചുമതലയ്ക്കാണ് അദ്ദേഹത്തിന് അവിടെ ഇരുത്തിയിരിക്കുന്നത്. പൊളിറ്റിക്കലി. ബാക്കി നിങ്ങൾ ഫോണിൽ വിളിക്കുകയോ രാഷ്ട്രീയം മാറ്റി വെച്ച് സൗഹൃദം കാണിക്കുകയോ ചെയ്യും. നയനാരും കരുണാകരനും തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിലായിരുന്നു. പക്ഷെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുമായിരുന്നു. ഇദ്ദേഹത്തിനെ പ്രതിപക്ഷ നേതാവിനെ ചെന്ന് കാണാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു അമേരിക്കയിൽ, അദ്ദേഹം പോട്ടെ, അദ്ദേഹം ചികിത്സിക്കട്ടെ. അദ്ദേഹം ഇവിടുന്ന് പോയത് കൺസൾട്ടേഷൻ അല്ല, അദ്ദേഹം പോയത് ഡോക്ടറെ കാണാൻ വേണ്ടിയാണ്. ഡോക്ടറുമായി എന്തോ ഉഭയകക്ഷി ചർച്ച നടത്താൻ വേണ്ടി പോയതാണ്. അതെന്തോ ആവട്ടെ. പക്ഷെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ചികിത്സയ്ക്ക് പോട്ടെ, അദ്ദേഹത്തിന്റെ കാര്യമല്ലേ, പിന്നെ എന്തിനൊരു പക്ഷെ നമ്മളൊരു പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനും പ്രജിത ഭരണപക്ഷത്തിരിക്കുന്നു, അയ്യപ്പദാസ് പ്രതിപക്ഷത്തിരിക്കുന്നു. നിങ്ങളുടെ ഭരണത്തിലുള്ള തെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിലുള്ള തെറ്റ് അത് പറയാണ് പൊളിറ്റിക്കലി എൻ്റെ ജോലി, എൻ്റെ ഉത്തരവാദിത്വം. ബാക്കി നമ്മുടെ സൗഹൃദത്തിന്റെ വഴിക്ക്
ഞാൻ പറഞ്ഞത് ചികിത്സയ്ക്ക് പോകുന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് അവർ അദ്ദേഹത്തെ ഫോൺ ചെയ്യുകയോ അദ്ദേഹത്തോട് പക്ഷേ എത്രയോ കാര്യങ്ങൾ ഇവിടെ വേറെ കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ യൂണിവേഴ്സിറ്റി കോളേജിന്റെ നടയിൽ അവിടെ ഈ കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് ഈ ചെക്കന്മാരെയൊക്കെ ഇറക്കി വിട്ട് എന്തിനാണ്? അതിനകത്ത് വേറൊരു പൊളിറ്റിക്സ് യൂണിവേഴ്സിറ്റി പറഞ്ഞുകൊണ്ടാ പ്രജിത കഴിഞ്ഞ വർഷങ്ങളായിട്ട് നിയമനം മുതൽ അതിനകത്ത് കേരള യൂണിവേഴ്സിറ്റി ഓഫീസിനകത്ത് നിയമനം മുതൽ മാർക്ക് തട്ടിപ്പ് വരെ നമ്മളെ ഈ കേരള രാഷ്ട്രീയത്തിനകത്ത് നിരവധി പേര് ആൾമാറാട്ടം നടത്തി വരെ ഡിഗ്രി എഴുതി പാസ്സായിട്ടുണ്ട് ഈ കേരള യൂണിവേഴ്സിറ്റി. അതറിയോ നിങ്ങൾക്ക്? അങ്ങനെയുണ്ട്. അങ്ങനെ മാർക്ക് തട്ടിപ്പ് കേസുണ്ട്, ചോദ്യ പേപ്പർ മാറ്റലുണ്ട്. പിന്നെ അതിൽ എത്ര SFIക്കാരും SFIക്കാർ കേസ്, CPM-കാർ, KSUക്കാർ, പണ്ടത്തെ KSUക്കാർ, ഇന്നത്തെ നേതാക്കളായിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്. എനിക്ക് പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് തിരുവനന്തപുരത്തുകാർക്ക് അറിയാം. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് എന്തെന്നറിയോ? ഈ സിൻഡിക്കേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ കാലങ്ങളായി CPM-ന്റെ ഭരണത്തിലാണ്. CPM അതിനകത്ത് എന്തെല്ലാം തട്ടിപ്പെടുത്തുന്ന ആർക്കെങ്കിലും അറിയാമോ? യൂണിവേഴ്സിറ്റിയാണ്. അല്ല, നടത്തുന്നുണ്ടെന്ന് ആൾക്കാർക്ക് അറിയാമോന്ന് ചോദിക്കണ്ട. ഇപ്പൊ എല്ലാം പുറത്തായി. ഇപ്പൊ കണ്ടില്ലേ സിസോ എന്ന് പറയുന്ന പുതിയ വൈസ് ചാൻസലർ അവർ കണ്ടുപിടിച്ച് കണ്ടില്ലേ? ഇവനൊക്കെ ഒരു പാർട്ടി നടത്തുന്നതിന് ഒരു പുതിയൊരു PPT പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു എന്താ പറയാ പുതിയൊരു സബ്ജക്റ്റിന്റെ അവതരണം ഇതിന് തിന്നതിന് മാത്രമേ ബില്ലുള്ളൂ. തിന്നതിനും ഹോട്ടലിൽ തങ്ങിയതിനും ഈ ചെയ്ത ജോലിയുടെ ഒരു കാര്യമില്ല. ബില്ലുകളൊക്കെ ചെന്നിട്ട് ക്ലർക്കന്മാരൊക്കെ സാറേ ഇത് എന്ത് സാറേ നിങ്ങൾ പോയി അതൊന്നും ചെയ്തില്ലേ സാറേ, നിങ്ങൾ തിന്നതും കുടിച്ചതും മാത്രമല്ലേ ഉള്ളൂ സാറേ. 2 കോടി രൂപയ്ക്ക് തിന്നു തങ്ങി 2 കോടി രൂപയ്ക്ക് തിന്നു. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ളത്. അതായത് കാലങ്ങളായി ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഈ ആസനം ഉറപ്പിച്ചങ്ങനെ സുഖിച്ചിരിക്കുക. ഇനി ഒരു 5 കൊല്ലം കൂടെ ഇനി ആ സുഖം വേണം. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു 5 കൊല്ലം കൂടെ വേണം. പണ്ട് നമ്മുടെ ജ്ഞാനപ്പാനയിലാണ് അവർ 10 കിട്ടുമ്പോൾ 100 മതിയെന്നും 100 കിട്ടുമ്പോൾ 10,000 മതിയെന്നും അങ്ങനെ അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. 10 കിട്ടുമ്പോൾ 100 മതിയെന്നും 100 കിട്ടുമ്പോൾ 10,000 മതിയെന്നും. അത് കവിത എനിക്ക് പെട്ടെന്ന് വരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഇത്രേ പറയാനുള്ളൂ. ഇത്തരത്തിൽ CBI-യിൽ നീണ്ടകാലം ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം കേരളത്തിന്റെ മേധാവിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ അറിഞ്ഞുകൊണ്ടാണോ അതെ അറിയാതെയാണോ ഇപ്പൊ അദ്ദേഹം ഇതുവരെ സ്പീക്കറെ വസതി സന്ദർശിച്ചിട്ടില്ല. ആരാണ് കള്ളത്തരം കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ലല്ലോ. ഇപ്പൊ റവാഡയെ ചതിച്ചതാണോ, റവാഡ അറിഞ്ഞുകൊണ്ട് വന്നതാണോ, ഷംസീർ കാരായിനെ ചതിച്ചിട്ടുണ്ടോ? അല്ല പ്രീത, ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം പറയട്ടെ. അതായത് ബൈ ഒഫീഷ്യലി അദ്ദേഹത്തിന് സ്പീക്കറുടെ ഒരു പോലീസ് മേധാവി ആകുമ്പോൾ അദ്ദേഹത്തിന് സ്പീക്കറെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടാകും. ദെൻ ഇവിടുന്ന് ഫോൺ ഷംസീർ അദ്ദേഹത്തിന് കാരായിക്ക് വിളിച്ചിട്ടുണ്ടാകും. കാരായി ഇന്ന പോലെ അദ്ദേഹം എന്നെ കാണാൻ വരുന്നുണ്ട്, നീ അവിടെ അപ്പോഴും ഉണ്ടാവണം, ഇതാണ് സംഭവിച്ചത്, നീ അവിടെ എൻ്റെ ഓഫീസിൽ ഉണ്ടാവണം, ബൈ ആക്സിഡൻ്റലി നിന്നെ ഞാൻ ഇവിടെ കണ്ടതായിട്ട് നമുക്ക് വരുത്തി തീർക്കാം, നീ വന്നോളൂ കാരായി എന്ന് സഖാവ് വന്നോളൂ എന്ന് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട്. പോലീസ് ഓഫീസർ വരുന്നു, ബൈ ആക്സിഡൻ്റലി പരിചയപ്പെടുത്തുന്നു, ഇത് ഇന്നാര്. ഇതാണ് സംഭവിച്ചത് എന്നാണ് നമുക്ക് സത്യത്തിൽ ഇതായിരിക്കണം സംഭവിച്ചിട്ടുള്ളത്. കാര്യം അദ്ദേഹം ട്രാപ്ഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റു കഥകൾ ഇവിടുത്തെ ഇപ്പോൾ ഫിറോസ് പ്രതിപക്ഷത്തിലെ ലീഗിലെ ആളാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇനി ഉണ്ടാകുമോ, അത് ഡിലീറ്റഡ് ആകുമോ എന്നുള്ളതും നമുക്കിനി കാത്തിരുന്ന് കാണാം.